ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നമ്മൾ ബേൺലിനെ 2-0 വളരെ കംഫർട്ടബിളി തോൽപ്പിച്ചിരിക്കുന്നു. ഒന്ന് ഗ്യോക്കറേസിന്റെ ഗോള്, മറ്റൊന്ന് നമ്മുടെ ഡെക്ലൻ റൈസിന്റെ ഗോള്. ഡെക്ലൻ റൈസിന്റെ മറ്റൊരു മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്നത്തെ ഗെയിം. വാട്ട് എ ഗെയിം ഹി ഹാഡ്. അതുപോലെ തന്നെ ഗ്യോക്കറേസിന്റെ പെർഫോമൻസും വളരെ അതിമനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി ആ സെക്കൻഡ് ഗെയിമിന്റെ കൗണ്ടർ അറ്റാക്കിങ് സ്റ്റാർട്ട് ചെയ്ത് ട്രൊസാഡിലേക്കുള്ള ഒരു പാസ്, അത് ട്രൊസാഡിലേക്കുള്ള ഒരു പാസ് ആയിരുന്നോ എന്ന് ഇപ്പോൾ നോക്കുമ്പോൾ അത് ഒരു സംശയമുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു എന്താ പറയുന്ന കട്ട് പാസ്, ഇറ്റ് വാസ് ഡയഗണൽ ബോൾ ഫ്രം റൈറ്റ് ഹാൻഡ് സൈഡ് ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. വളരെ ഇറ്റ് ഷോഡ് ദ ക്വാളിറ്റി ഹീ ഈസ് ഹാവിങ്. പിന്നെ ഇന്ന് മൊത്തത്തിൽ ഗോളിൻ്റെ കാര്യമായാലും ശരി, വർക്ക് റൈറ്റ് ആയാലും ശരി, പാസിങ് ആയാലും ശരി, ഹെൽഡപ്പ് പ്ലേ ആയാലും ശരി, എല്ലാത്തിലും ഗ്യോക്കറേസ് performed really well എന്ന് തന്നെ പറയാം. റിയലി ഹാപ്പി ഫോർ ഹിം ആസ് ആൻ ആർസണൽ ഫാൻ. ബട്ട് മാൻ ഓഫ് ദ മാച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഡെക്ലാൻ റൈസിന് തന്നെ കൊടുത്തേ പറ്റൂ. ഫസ്റ്റ് ഗോളിൻ്റെ വഴിയൊരുക്കിയത് ഒരു കോർണർ ആയിരുന്നു. സെയിം അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ നമ്മളെങ്ങനെ ഗോൾ അടിച്ചോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഗോൾ വന്നത്. റൈസിൻ്റെ ഒരു കോർണർ, സലീബ ഹെഡ് ചെയ്ത് അകത്തേക്ക് ഇടുന്നു, അത് ഗ്യോക്കറേസ് ഹെഡ് ചെയ്ത് അകത്തേക്ക് ഇടുന്നു. ഫസ്റ്റ് ഗോൾ 1-0 ആർസണൽ. ഫസ്റ്റ് 15 മിനിറ്റ് നമ്മൾ ഇച്ചിരി എന്താ പറയുക, ഒന്ന് സമയമെടുത്ത് ഗെയിമിലേക്ക് സെറ്റ് ആവാനായിട്ട്. ആ ഫസ്റ്റ് 15 മിനിറ്റ്സിൽ നമ്മൾ ഗോൾ കണ്ടെത്തുകയും ചെയ്തു ഫ്രം എ കോർണർ. അതിന് മുമ്പ് നമ്മൾ വി വർ ട്രൈങ് ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോൾ അടിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ദെയർ ഗോൾ കീപ്പർ വാസ് ടു ഗുഡ് എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് സാക്കയ്ക്ക് ഒരു അടിപൊളി ഒരു ചാൻസ് കിട്ടിയായിരുന്നു, ഓപ്പൺ ഓൺലി 1-on-1 വിത്ത് ഗോൾ കീപ്പർ. പക്ഷെ ഗോൾ കീപ്പർ അതിമനോഹരമായ ഒരു സേവ് നടത്തുന്നു. സെക്കൻഡ് ഗോള് ഒരു കൗണ്ടർ അറ്റാക്കിങ്, കൈൽ വാക്കർ ഒരു എന്താ പറയുന്നത്, ഒരു ലോങ് ത്രോ എടുക്കുന്നു, അത് നമ്മൾ കൈവശമാക്കിയിട്ട് ഒരു കൗണ്ടർ അറ്റാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഗ്യോക്കറൈസ് ഞാൻ ആദ്യമേ പറഞ്ഞു, വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞു, വാട്ട് എ പാസ്. അത് ട്രൊസാഡ് എടുക്കുന്നു, ട്രൊസാഡ് ബോക്സിനകത്തേക്ക് ഇടുന്നു, റൈസ് ഹെഡ്സ് ഇറ്റ് 2-0. അത് കഴിഞ്ഞ് വി വർ ക്രൂസിങ് എന്ന് തന്നെ പറയണം. അവരെ കൊണ്ട് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും എടുപ്പിച്ചില്ല. ശരിയാണ്, ലാസ്റ്റ് ഒരു ഫ്രീ കിക്ക് വന്നപ്പം അത് വേണമെങ്കിൽ ഷോട്ട് ഓൺ ടാർഗറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വി ആർ സ്റ്റിൽ ടോപ്പ് ഓഫ് ദ ടേബിൾ. ആ പോയിന്റ് ഗ്യാപ്പ് വി ആർ സ്റ്റിൽ മെയിൻറ്റെയിനിങ്. ലിവർപൂളുമായിട്ടുള്ളതും മാൻ സിറ്റിയുമായിട്ടുള്ളതും 6 പോയിന്റും 7 പോയിന്റും. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ദേ ആർ പിക്കിംഗ് അപ്പ് ദ ഫോം. അറിയാലോ, ശരിയാണ്, അവർ ഇന്ന് നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായിട്ട് ഒരു ഡ്രോയാണ് വന്നത്. പക്ഷേ ഒരു സമയത്ത് അവർ ജയിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാൻ യുണൈറ്റഡ് വേർ സെക്കൻഡ് ആക്ച്വലി. സോ ഒരു റൺ ഓഫ് ഫോം ഇട്ട് കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ വരുന്ന മാറ്റങ്ങളൊന്നും ആലോചിച്ച്, പ്രീമിയർ ലീഗിൽ ഹൗ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്റ്റാർട്ടഡ് പ്രീമിയർ ലീഗ് ആൻഡ് ഹൗ ദേ ആർ നൗ, ഇറ്റ്സ് അമേസിങ് അല്ലേ. ഇന്നത്തെ കളി അവർ ജയിക്കുമായിരുന്നു, ദേ വുഡ് ഹാവ് ബീൻ ഇൻ സെക്കൻഡ് പൊസിഷൻ. ക്യാൻ യു ഇമാജിൻ, സെക്കൻഡ് പൊസിഷനിൽ വിത്ത് 19 പോയിന്റ്സ് അവർ കണ്ടതിന്. ഒരു നിമിഷം വരേക്കും അവർ സെക്കൻഡ് പൊസിഷനിലായിരുന്നു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഷോൺ ഡൈഷിൻ്റെ പുതിയ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അവർ ഈക്വലൈസ് ചെയ്തു. ആൻഡ് നൗ ദേ ഹാഡ് ടു ഗോ ഡൗൺ. Again, so happy with the team. മൊത്തം പെർഫോമൻസിൽ ഐ എം റിയലി ഹാപ്പി. മൊത്തം ഷോട്ട് ഓൺ ടാർഗറ്റ് 12, അതിൽ 8 ഓൺ ടാർഗറ്റ്. XG നോക്കുകയാണെങ്കിൽ ടോട്ടൽ 2.47. ഓപ്പൺ പ്ലേയിൽ നിന്ന് ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റാറ്റാണ്. ഓപ്പൺ പ്ലേ XG 1.43. ദിസ് ഇസ് എ ഗ്രേറ്റ് സ്റ്റാറ്റ്. ഞാൻ വളരെ സെക്കൻഡ് ഗോളിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ആകാശ ബ്രോയായിട്ടൊക്കെ ഞാൻ മറ്റേ ലൈവിൽ പോയപ്പോൾ ആകാശ് ബ്രോ ചോദിച്ചായിരുന്നു, എന്താണ് വാട്ട് ഡു യു വോണ്ട് ടു സീ ഫ്രം യുവർ ടീം, എന്താണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ടീമിൽ നിന്ന് ഇനിയും വരാൻ പോകുന്ന ഗെയിമുകളിൽ നിന്നും. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഈ കൗണ്ടർ അറ്റാക്കിങ് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആവുക, സ്വിഫ്റ്റ് ആയിട്ടുള്ള കൗണ്ടർ അറ്റാക്കിങ് ചെയ്യുക, അത് ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യുക, അതുപോലെ തന്നെ ഓപ്പൺ പ്ലേയിൽ നിന്ന് കുറച്ചുകൂടെ ഗോളുകൾ അടിക്കുക, അതൊക്കെ എനിക്കിന്ന് കാണാൻ പറ്റി. സോ ഐ എം റിയലി ഹാപ്പി അബൌട്ട് ദാറ്റ്. ചില ഫാൻസ് ചിലപ്പോൾ പരാതി പറയുമായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ക്ലിനിക്കാലിറ്റി കുറവാണെന്ന്. ബട്ട് എനിക്കതിൽ കംപ്ലൈൻ്റ് ഇല്ല. കാരണം ഇന്ന് നമ്മുടെ ബേൺലിയുടെ ഗോൾ കീപ്പർ ടോപ്പ് ഫോമിലായിരുന്നു. അതുകൊണ്ടാണ് നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഇറ്റ് വിൽ ഇംപ്രൂവ്, ഡോണ്ട് വറി. ഓവറോൾ വേറെ കുറച്ച് കാര്യങ്ങളോടൊന്ന് പറയണം. സാക്ക ഇന്ന് ഹി ഹാഡ് എ പുവർ ഗെയിം എന്ന് പറഞ്ഞേ പറ്റൂ. നമ്മൾ സാക്കനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ബട്ട് എപ്പോൾ പുവറായിട്ട് പെർഫോം ചെയ്യുന്നോ അത് നമ്മൾ എടുത്ത് പറയണം. സാക്ക പുവറായിരുന്നു. അതുപോലെ തന്നെ എസയും അത്ര
നന്നായിട്ടൊന്നുമല്ല കളിച്ചത്. ഇവർ രണ്ടുപേരുടെയും ഫോം ഒന്ന് പെട്ടെന്ന് ഇമ്പ്രൂവ് ആണ്. സാക്ക ശരിയാണ്, ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് വരുന്നത്. എസെ ഇസ് സ്റ്റിൽ ഫൈൻഡിങ് ഇറ്റ് ഹാർഡ് എന്ന് തന്നെ പറയണം. ആ ഒരു പൊസിഷനിലേക്ക്, നമ്പർ 10 പൊസിഷനിലേക്ക് ഒന്ന് സെറ്റാവാൻ ഇച്ചിരി കൂടെ ഒന്ന് സമയം എടുക്കുന്നു എന്ന് തന്നെ പറയുന്നത്. ക്രിസ്റ്റൽ പാലസിലെ എസെ അല്ല ഇപ്പോഴത്തെ നമ്മുടെ എസെ എന്ന് പറയണം. അത് ഇച്ചിരി സമയം എടുക്കും. ബട്ട് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് 10 മിനിറ്റ്സ് എസേനെ കാണാനേ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞാണ് പതുക്കെ വന്നത്. എസേനെ ഓപ്പൺ ആയിട്ട് പറയണം, എസേനെക്കാട്ടിലും ബെറ്റർ ആയിരുന്നു വെന്യറി വന്നപ്പോൾ. സീരിയസ്ലി എസേനെക്കാട്ടിലും ബെറ്റർ ആയിരുന്നു. ഭയങ്കര ഫ്ലൂയിഡ് ആയിരുന്നു, ഭയങ്കര ബ്രേവ് ആയിരുന്നു വെന്യറി. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം. ട്രൊസാർഡ് ഇന്ന് ആക്ച്വലി ശരിയാണ്, അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി ഓവറായിട്ട് ഡ്രിബിൾ ചെയ്യാനൊക്കെ ശ്രമിച്ചെങ്കിലും മൊത്തത്തിൽ ട്രൊസാർഡ് വാസ് ഗുഡ് എന്ന് തന്നെ പറയണം. ട്രൊസാർഡ് ഒരു ആന മണ്ടത്രം കാണിച്ചായിരുന്നു ഇടയ്ക്ക് വെച്ച്. റെഡ് കാർഡ് കിട്ടേണ്ട ഒരു ആന മണ്ടത്രം കാണിച്ചു. സോ ദാറ്റ് ഹി ഹാസ് ടു എലിമിനേറ്റ് ഫ്രം ഹിസ് ഗെയിം. കാരണം അങ്ങനത്തെ കളി കളിച്ചു കഴിഞ്ഞാൽ ഇമാജിൻ, അന്നേരം നമ്മൾ 1-0 ആയിരുന്നെന്ന് തോന്നുന്നു. 1-0 2-0 ആയിക്കോട്ടെ, ഒരു പ്ലെയർ ഡൗൺ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ബേൺലിയെ പോലുള്ള ടീമിന് വേണമെങ്കിൽ 2 ഗോളൊക്കെ അടിച്ച് നമുക്ക് ഈക്വലൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. എനിവേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. സോ ദീസ് ആർ ദ പോയിന്റേഴ്സ്. വി ആർ സ്റ്റിൽ ടോപ്പ് ഓഫ് ദ ടേബിൾ. സീസൺ തീരുമ്പോഴും ടോപ്പ് ഓഫ് ദ ടേബിൾ ആവട്ടെ, നമുക്ക് പ്രീമിയർ ലീഗ് അടിക്കാൻ പറ്റട്ടെ. താങ്ക് യു ഗൈസ്. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് മോർണിംഗ്.